Good morning, all. Good morning, ma'am. Ma'am. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. രാവിലെ നല്ല ഫ്രഷ് മൈൻഡോട് കൂടി നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോ മെഡിക്കൽ ഗ്യാസ് നമ്മുടെ ചാപ്റ്റർ ആണ്. നമ്മളതില് ആ മെഡിക്കൽ കളർ കോഡിങ്ങിന്റെ ടേബിൾ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ? കളറുകൾ പഠിച്ചെല്ലാവരും മെഡിക്കൽ ഗ്യാസസും അതിന്റെ കളർ കോഡുകളാണ് നമ്മൾ നോക്കിയത്. എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, കാരണം ഇമ്പോർട്ടന്റ് ആണ് അത്. പഠിച്ചില്ലെല്ലാവരും ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. നോക്കാം. ഓക്സിജൻ വൈറ്റ് കളർ, നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ, മെഡിക്കൽ എയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സക്ഷൻ യെല്ലോ, നൈട്രജൻ ബ്ലാക്ക് കളർ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രേ കളർ. ഓക്കെ, നമ്മൾ മെഡിക്കൽ ഗ്യാസും അതിന്റെ കളർ കോഡാണ്. ISO സ്റ്റാൻഡേർഡ് അംഗീകരിച്ചിട്ടുള്ള കളർ കോഡുകളാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് സെക്ഷൻ നമുക്കിത് നോക്കാനുള്ളത് സേഫ് പ്രാക്ടീസ് വെൻ വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസസ്. അതായത് നമ്മൾ കംപ്രസ് ചെയ്തിട്ടുള്ള ഗ്യാസസ് ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ട, പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാമാണ് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. കംപ്രസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ടൈറ്റായിട്ട് കംപ്രസ് ചെയ്തിട്ട് ഗ്യാസ് ഒക്കെ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിലെ അതൊക്കെ കംപ്രസ് ചെയ്തിട്ടുള്ള ഗ്യാസ് ആണ് അല്ലെ. നോക്കാം. ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടൻസ്. കണ്ടൻസ് മനസ്സിലാക്കണമെന്ന് ഫസ്റ്റ് പോയിന്റ് അതാണ്. നോക്കാം. പറഞ്ഞോളൂ ശ്രീജ, എന്തെങ്കിലും ഡൗട്ട്സ് ആണോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തോ ഈ പോയിന്റ്? വായിച്ചായിരുന്നോ? ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, എന്ത് പറ്റുന്നു? വളരെ കുറവാണ്. ശ്രീജ, എന്ത് പറ്റി? ഫ്രണ്ട്സിന് അങ്ങനെ പറ്റുന്നില്ല? ക്ലാസ്സിൽ ഗ്രൂപ്പിലേക്ക് കയറാൻ പറ്റുന്നില്ലേ? എന്താണോ? എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ടാണോ? ശ്രീജ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ശരിയായി? മാം, കുറച്ചു പേർക്ക് കേറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 പ്രാവശ്യം ട്രൈ ചെയ്യൂ, ലിങ്കിൽ കേറാനായിട്ട് ട്രൈ ചെയ്യൂ പറയുന്നുണ്ട്. 2 പേർക്ക് കേറാൻ പറ്റി, ഇനി അറിയില്ല, അതുകൊണ്ട് അത്രയും കുറവ്. ക്ലാസ് നിജിയ കേറിയിട്ടുണ്ടെങ്കിൽ എന്താന്ന് പറയാമോ? നിജിയ, അത് ഞാന് കയറുണ്ട്, പക്ഷെ എന്നെ ഇതില് ഇതാക്കുന്നില്ല, എടുക്കുന്നില്ല, എന്താന്നറിയില്ല. ഇപ്പൊ ശരിയായി. 2-3 പ്രാവശ്യം ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കിയൊക്കെ ചെയ്തപ്പോ ശരിയായി. ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, എന്നെ കാണാൻ പറ്റുന്നില്ല അതാണോ? എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ആർക്കും സ്ക്രീനില്? ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കണ്ടിന്യൂ ചെയ്യുന്നതിന് ടൈം പോണേണ്. ഓക്കെ, എന്തായാലും എന്തെങ്കിലും അങ്ങനെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക കേട്ടോ. നിങ്ങളൊന്ന് ഇപ്പോൾ ലിങ്കിൽ എങ്ങനെയാണെങ്കിലും ഒന്ന് ഓഫീസുമായിട്ട് എന്തെങ്കിലും ഒന്ന് ബന്ധപ്പെടുക. നിങ്ങളുടെ ഫോണിൽ തന്നെ ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെയൊക്കെ ഒന്ന് ലീവ് ചെയ്തിട്ടൊക്കെ രണ്ടാമതൊന്ന് റീജോയിൻ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി പോയിന്റ്സ് വായിക്കാം. അപ്പൊ സേഫ് പ്രിക്കോഷൻസ് നമ്മൾ എന്തൊക്കെയാണ് സുരക്ഷിതമായിട്ട് ഒരു കംപ്രസ്ഡ് ഗ്യാസ് കൈകാര്യം ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്നാണ് നോക്കാം. അതില് ഫസ്റ്റ് വൺ പറയുന്നത് കണ്ടൻസ് ഓഫ് ദ ഗ്യാസ് സിലിണ്ടർ ഷുഡ് ബി ഡിസ്റ്റിങ്ക്ട്ലി റെക്കഗ്നൈസ്ഡ്. കണ്ടൻസ് ഓഫ് ദ ഗ്യാസ് സിലിണ്ടർ, അതായത് ആ ഗ്യാസ് സിലിണ്ടറിന്റെ ഉള്ളടക്കം, കണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഉള്ളടക്കം, അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കണം. ഉള്ളടക്കം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ അത് ഏത് സിലിണ്ടർ ഏതാണോ അത്, അതിനുള്ള ഗ്യാസ് ഏതാണോ, ഓക്സിജൻ ആണോ, നൈട്രജൻ നൈട്രസ് ഓക്സൈഡ് ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, ഏതാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കളർ കോഡുകളും മറ്റും കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതിനുള്ളിലെ ഗ്യാസ് സിലിണ്ടറിനുള്ളിൽ ഏത് ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസ് ആണെന്ന് നമ്മൾ ഫസ്റ്റില് തിരിച്ചറിഞ്ഞിരിക്കുക. അതാണ് നമുക്ക് പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, color coding is not a dependable means of identification. Cylinder colors differ from supplier to supplier.
അതായത് കളർ കോഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന്. അതായത് നമുക്ക് ഓൾറെഡി അംഗീകരിച്ചിട്ടുള്ള കളർ കോഡുകളാണ് എങ്കിലും ആ കളർ കോഡിനെ മാത്രം ആശ്രയിക്കാൻ പാടില്ല. കളർ കോഡ് മീൻസ് നോട്ട് എ ഡിപ്പെൻഡബിൾ മീൻസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സിലിണ്ടർ കളേഴ്സ് ഡിഫറെന്റ് ഫ്രം സപ്ലയർ ടു സപ്ലയർ. അത് സപ്ലൈ ചെയ്യുന്ന ഓരോ വെൻഡേഴ്സിലെ സപ്ലൈ ചെയ്യുന്ന ഗ്യാസ് ഏജൻസികളിലെ അവരില് ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കളർ കോഡുകളിൽ. അതായത് നമുക്ക് ഓൾറെഡി അംഗീകരിച്ച കളർ ഇതാണ് എങ്കിലും ചിലപ്പോ പല പല സപ്ലൈ ചെയ്യുന്ന മെഡിക്കൽ ഗ്യാസിന് കളർ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ നമ്മളുടെ വീട്ടിലെ തന്നെ പാചകത്തിനായിട്ടുള്ള ഗ്യാസ് അല്ലെ, അത് പല കളറില്ലേ, ചിലവരുടെ ഫുൾ റെഡ് ആയിരിക്കും, ചിലത് ബ്ലൂ കളർ ഉണ്ട് ഇല്ലേ. നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൽ വ്യത്യാസമില്ലേ, അതായത് ഓരോ സപ്ലയറിന്റെ ഇതനുസരിച്ചിട്ട് ആ കളർ കോഡിങ്ങില് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. ആ ഒരു കാര്യം ഇവിടെ പറയുന്നത് കളർ കോഡിങ്ങിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം സപ്ലയറിൽ നിന്ന് അതായത് പല ഡിഫറെന്റ് ആയിട്ടുള്ള സപ്ലയർ ചെയ്യുമ്പോൾ അത് കളർ കോഡിങ്ങിലേക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. സോ അതിനെ മാത്രം ബേസ് ചെയ്ത് നോക്കാൻ പാടില്ല. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. Do not disfigure or remove any marking tags or stencil marks used for identification of contents attached by the gas vendor. Gas vendor എന്ന് വെച്ചാൽ ആരാണ്? ഗ്യാസ് വെൻഡർ, ഗ്യാസ് ഉടമ. നമ്മുടെ വീട്ടിലൊക്കെ ഗ്യാസ് കൊണ്ടുവരാറില്ലേ, ഗ്യാസ് ഏജൻസിന്ന് മറ്റും അല്ലെ, അവിടുത്തെ ഏജന്റുമാരല്ലേ കൊണ്ട് തരുന്നത് നമുക്ക്. ആ ഒരു ഗ്യാസ് വെൻഡർ, അതായത് ഈ ഗ്യാസ് സിലിണ്ടറുകൾ കൊണ്ടുവരുമ്പോൾ അതിൽ കുറച്ച് ടാഗുകൾ മീൻസ് ഗ്യാസിന്റെ സിലിണ്ടറിൽ ടാഗ്സുകൾ ഉണ്ടാകും. സോ ഈ ടാഗുകളോ അല്ലെങ്കിൽ സ്റ്റെൻസിൽ മാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അക്ഷരാകൃതിയിലുള്ള എന്തെങ്കിലും ചിഹ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ എന്താണ് അക്ഷരങ്ങള് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ലേബലുകൾ, മാർക്ക് ചെയ്യാനായിട്ടുള്ള ലേബലുകളൊക്കെ ഉണ്ടാകും. ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ഫിഗർ ചെയ്യാൻ പാടില്ല, അത് മാറ്റാൻ പാടില്ല, നീക്കം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന ഗ്യാസ് സിലിണ്ടറിലും ഇതുപോലെ ചെറിയ ടാബുകളൊക്കെ ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീട്ടില് ഗ്യാസ് സിലിണ്ടർ വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൽ നമ്മളത് പൊട്ടിക്കുന്ന മുൻപ് ഒരു ചെറിയൊരു നൂല്, ഒരു നീഡില് പോലെ കിടക്കുന്നുണ്ടാവില്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വൈറ്റ് കളറിലെ കവർ പോലത്തെ കോട്ടിങ് ഉണ്ടാകും ഇല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്മമാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പോ അങ്ങനെയുള്ള ടാഗുകളും മറ്റും റിമൂവ് ചെയ്യാൻ പാടില്ല. അടുത്ത പോയിന്റ് നോക്കാം. Cylinder which do not have a clearly written, stamped or stenciled identification of the contents should not be used. ഇനി അങ്ങനെയുള്ള ടാഗുകൾ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ വന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് സിലിണ്ടർ കൊണ്ടുവന്നു, ആ കൊണ്ടുവരുന്ന സിലിണ്ടറിൽ ഇതുപോലുള്ള ടാഗുകളോ സ്റ്റാമ്പുകളോ സ്റ്റെൻസിൽസോ ഒന്നും തന്നെ ഇല്ല എങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള മെഡിക്കൽ ഗ്യാസ് യൂസ് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ വീട്ടിൽ വരുന്ന സിലിണ്ടർ ആയാലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെയുള്ള ടാഗുകളും കാര്യങ്ങളും ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? The gas vendor should be contacted for removal. അപ്പൊ തന്നെ എന്ത് ചെയ്യാം, ആ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്ന ഉടമയെ നമ്മൾ വിളിക്കുക, അത് റിമൂവ് ചെയ്തിട്ട് വേറൊരു ഗ്യാസ് സിലിണ്ടർ കൊണ്ടുതരാനായിട്ട് നമുക്ക് പറയാം. നമ്മളുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാചകത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ ആണെങ്കിലും ഇതുപോലെ നമ്മൾ ഡെയിലി കാണുമ്പോൾ നമുക്ക് ഓരോ ദിവസം നമുക്ക് ഗ്യാസ് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, ഇങ്ങനെയുള്ളൊരു സെൻസിലും സ്റ്റാമ്പും ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ പിന്നത്തെ തവണ വന്നപ്പോ ഇങ്ങനെയുള്ള ഒരു സംഭവം അതിലില്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, അവരെ കോണ്ടാക്ട് ചെയ്യാം, ദെൻ അത് റിമൂവ് ചെയ്തിട്ട് വേറെ ഒരെണ്ണം നമുക്ക് കൊണ്ടുതരാനായിട്ട് പറയുക. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് read the MSDS and labels for all of the materials you work with. In the MSDS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MSDS മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് എഴുതി വെക്കുക കേട്ടോ. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്, അതായത് നമ്മൾ സിലിണ്ടറുമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, അതായത് സിലിണ്ടറുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എല്ലാ പ്രവർത്തനത്തിനും MSDS വായിക്കണം. അതായത് സുരക്ഷ, നമ്മള് യൂസർ മാനുവലൊക്കെ ഇല്ലേ, നമ്മുടെ എക്യുപ്മെന്റ്സ് ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് യൂസർ മാനുവലൊക്കെ നോക്കിയില്ലേ, അതുപോലെ തന്നെ സേഫ്റ്റി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏതെല്ലാം രീതിയിലാണ് അത് പ്രവർത്തിപ്പിക്കേണ്ടത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു സുരക്ഷാ മാനുവലാണത്. MSDS പറയാം, മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കാം കേട്ടോ. MSDS. ഓക്കെ, പോയിന്റുകൾ ക്ലിയർ ആണോ?
ഒന്നുകൂടി വായിക്കാം, ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഗ്യാസ് സിലിണ്ടർ ഷുഡ് ബി കണ്ടൻസ്ഡ്, അതിന്റെ ഉള്ളടക്കം തിരിച്ചറിയുക. ഉള്ളിൽ ഏത് ഗ്യാസ് ആണോ അത് ഏതാണെന്ന് തിരിച്ചറിയുക. സെക്കൻഡ് വൺ പറഞ്ഞത് കളർ കോഡിംഗ് ഇസ് നോട്ട് ഡിപെൻഡബിൾ. നമ്മുടെ കളർ കോഡിനെ മാത്രം ആശ്രയിച്ചാൽ പോരാ, കാരണം സപ്ലൈർ ചെയ്യുന്നത് ചിലപ്പോൾ കളറിൽ ചിലപ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിരിക്കാം. മൂന്നാമതായിട്ട് പറയുന്നത് ഡു നോട്ട് ഡിസ്ഫിഗർ ഓർ റിമൂവ് മാർക്കിംഗ് ടാഗ് ഓഫ് സ്റ്റെൻസിൽ. നമ്മള് ഇങ്ങനെയുള്ള ടാഗുകളോ മാർക്കുകളോ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പാടില്ല. നാലാമതായിട്ട് പറയുന്നത് മൂന്നാമത് പറയുന്നത് നമ്മൾ അങ്ങനെ ടാഗുകളോ അല്ലെങ്കിൽ സ്റ്റാമ്പുകളോ ഒന്നും ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ എന്ത് ചെയ്യാം, വെണ്ടറെ കോൺടാക്ട് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യിക്കുക. അടുത്തത് പറയുന്നത് നമ്മള് കോൺടാക്ട് ചെയ്യാം, വെണ്ടറെ നമ്മൾ കോൺടാക്ട് ചെയ്യുക. ലാസ്റ്റ് വൺ പറഞ്ഞത് MSPS വായിച്ചു നോക്കണമെന്ന്. അതായത് നമ്മള് ഗ്യാസ് മെഡിക്കൽ ഗ്യാസ് ആയിട്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ഈ MSPS സുരക്ഷയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേണം അത് കൈകാര്യം ചെയ്യുവാൻ. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കാം. 5 പോയിന്റ് ആണ്, വായിക്കുക. സിമ്പിൾ ആണ്, മനസ്സിലാക്കി വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? 5 പോയിന്റ് വായിച്ചല്ലോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വായിക്കാം, നോക്കാം. ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ്. ഇനി നമ്മള് ഈ സിലിണ്ടർ ഉപയോഗിക്കാൻ പോവുകയാണ്, അതിന്റെ ഓപ്പറേഷൻസ് ചെയ്യാൻ പോകുന്നു. സോ അപ്പൊ നമ്മൾ എടുക്കേണ്ട സേഫ്റ്റി ചെക്സ്, പ്രവർത്തന സുരക്ഷാ പരിശോധനകൾ എന്തൊക്കെയാണ്? നമുക്കിനി സുരക്ഷാ പരിശോധനകൾ എന്നാണ് എടുത്ത് നോക്കുന്നത്. സിലിണ്ടർ മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ്. സിലിണ്ടറുകൾ എല്ലായ്പ്പോഴും സുരക്ഷിതം ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. Never open the cylinder valve if not the cylinder is linked to a regulator or to equipment. ഒരു സിലിണ്ടർ ഒരു റെഗുലേറ്ററുമായോ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റുമായോ ബന്ധിപ്പിച്ചില്ല എങ്കിൽ ഒരിക്കലും വാൽവ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മളൊരു റെഗുലേറ്ററിൽ ബന്ധിപ്പിച്ച്, റെഗുലേറ്ററിന്റെ ഉപയോഗം എന്താണ്? റെഗുലേറ്റർ നമ്മുടെ വീട്ടിലെ ഫാനിനൊക്കെ റെഗുലേറ്റർ ഇല്ലേ? ഉണ്ടോ? ഫാനിന്റെ റെഗുലേറ്റർ ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് റെഗുലേറ്റർ അവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നത്? ചുമ്മാ ഭംഗിക്ക് വേണ്ടിയിട്ടാണോ? ആണോ? റെഗുലേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് റെഗുലേറ്ററിന്റെ ഉപയോഗം? ചുമ്മാ വെറുതെ വെച്ചിരിക്കണോ? കൺട്രോൾ ചെയ്യാം, നമുക്ക് സ്പീഡും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാം. ഒന്നിലിടാം, ഫ്രണ്ടിലിടാം, ഫാൻ അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഗുലേറ്റർ ഉള്ളത്. സോ ഇവിടെ പറയുന്നത് നോക്കി, ഈ സിലിണ്ടറിൽ നമ്മൾ റെഗുലേറ്റർ ഘടിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? സിലിണ്ടറിൽ വന്ന ഗ്യാസിന്റെ പ്രഷറിനെ കൺട്രോൾ ചെയ്യാം അല്ലെ? മർദ്ദം കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റെഗുലേറ്ററിൽ കൺട്രോൾ ചെയ്യാം. അപ്പൊ അപകടങ്ങൾ ഒഴിവാക്കാം നമുക്ക് മാക്സിമം അല്ലെ? സോ ഇവിടെ പറയുന്നത് ഒരു സിലിണ്ടർ റെഗുലേറ്ററിൽ കണക്ട് ചെയ്തിട്ടില്ല, അതുപോലെ ഒരു എക്യുപ്മെന്റിന് കണക്ട് ചെയ്തിട്ടില്ല. വെറുതെ സിലിണ്ടർ ഇങ്ങനെ മാത്രമുണ്ട്, ഒന്നിലും കണക്ട് ചെയ്തിട്ടില്ല, അത് കൺട്രോൾ ചെയ്യാനുള്ള റെഗുലേറ്റർ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിൽ ഒരിക്കലും സിലിണ്ടറിന്റെ വാൽവ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഓപ്പൺ ചെയ്താൽ എന്താ പറ്റുന്നത്? ഓപ്പൺ ചെയ്താൽ എന്തെങ്കിലും പറ്റുമോ? ലീക്കേജസ് ഒക്കെ വരില്ലേ? നമുക്ക് നിയന്ത്രിക്കാനായിട്ട് റെഗുലേറ്റർ ഇല്ല. റെഗുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാൻ പറ്റും.
Then leaks should never tested with naked flame. എന്താണ് പറയുന്നത്? ഇനി ലീക്കേജസുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും നേക്കഡ് ഫ്ലെയിം വെച്ച് നമ്മൾ ലീക്കേജ് നോക്കാൻ പാടില്ല. എന്താണ് നേക്കഡ് ഫ്ലെയിം ഉദ്ദേശിക്കുന്നത്? നേക്കഡ് ഫ്ലെയിം കേട്ടിട്ടുണ്ടോ? അതായത് ഭയങ്കര വലിയൊരു തീ വെച്ചിട്ട് കത്തുപിടിക്കുമെന്ന് നോക്കാൻ പാടില്ല എന്ന് അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ പറയണെങ്കിലേ, ഇപ്പൊ പലവരും വീട്ടില് നമ്മള് ഗ്യാസിൽ എന്തെങ്കിലും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. തീ ഇല്ലാതെയാണ് ഉദ്ദേശിക്കുന്നത്. നേക്കഡ് ഫ്ലെയിം വെച്ചാൽ ചെറിയൊരു ഇതിൽ മാത്രം അത് വല്ല ലീക്ക് ഉണ്ടോ എന്ന് നോക്കാൻ പാടുള്ളൂ. അതായത് നമ്മള് എക്സാമ്പിൾ പറയുന്നത്, നിങ്ങളെ വീട്ടില് അതുപോലെ ഗ്യാസിൽ എന്തെങ്കിലും നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പൊ അതിനിടയിൽ വല്ല തീ കത്തിക്കാനോ നമ്മൾ ഗ്യാസ് ഓപ്പൺ ചെയ്യാനാണെന്ന് വിചാരിക്കാം. അതുകൊണ്ട് ഗ്യാസ് ഓപ്പൺ ചെയ്യാൻ നമ്മള് ഗ്യാസ് സിലിണ്ടർ ഓൾറെഡി നമ്മള് ഗ്യാസ് കത്തിക്കാനായിട്ട് എന്താ ഉപയോഗിക്കുന്നത്? നമ്മൾ ലൈറ്റർ യൂസ് ചെയ്തിട്ടാണ് കത്തിക്കുന്നത്. ആണോ? ലൈറ്റർ അല്ലേ യൂസ് ചെയ്യുന്നത്? അതാകുമ്പോ അതിന്റെ ആവശ്യത്തിനുള്ള ഒരു തീ വരുള്ളൂ. വലിയ ഡേഞ്ചറസ് ഒന്നും ഉണ്ടാവില്ല. അതേസമയം നിങ്ങള് ഒരു എന്താ പറയാ, ലൈറ്ററിന് പകരം വലിയൊരു കടലാസ് കത്തിച്ചിട്ടാണ് ഈ ഗ്യാസ് വന്ന് ഓണാക്കുന്നതെങ്കിൽ എന്തായിരിക്കും? ചിലപ്പോൾ നാളേക്ക് എത്താനായിട്ട് ചാൻസ് ഉണ്ട്. ആണോ? നമ്മള് ലൈറ്ററിൽ ചെറിയൊരു പോയിന്റിൽ നിന്നാണ് ശരിക്കും ഫ്ലെയിം വരുന്നത് അല്ലെ. അപ്പൊ നേരെ മറിച്ച് നമ്മളൊരു വലിയൊരു കടലാസ് അല്ലെങ്കിൽ ഒരു ചൂട്ട് കത്തിച്ച് കടലാസ് കത്തിച്ചിട്ട് നമ്മൾ ഈ ഗ്യാസ് സിലിണ്ടർ ഓപ്പൺ ആക്കിക്കൊണ്ട് സ്റ്റൗ ഓപ്പൺ ആക്കിക്കൊണ്ട് അത് കത്തിക്കണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പെട്ടെന്ന് തീ ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഇവിടെ പറയുന്നത് അതാണ്. അതായത് വലിയൊരു ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ലീക്കേജ് നോക്കാൻ പാടില്ല. ഇതുപോലെ ചെറിയ ലൈറ്ററോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു എക്യുപ്മെന്റ് വെച്ചായിരിക്കണം നമ്മള് ലീക്ക് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നാമത് പറഞ്ഞത് റെഗുലേറ്ററോ അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ വാൽവ് ഒരിക്കലും ഓപ്പൺ ആക്കാൻ പാടില്ല. വാൽവ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഹൈ പ്രഷർ വരും. ചിലപ്പോൾ ലീക്കേജ് സംഭവിക്കാം. റെഗുലേറ്റർ ഇല്ലാണ്ട്, റെഗുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പ്രഷർ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് അങ്ങനെ ഒരിക്കലും റെഗുലേറ്ററോ അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആയിട്ടോ ചെയ്തിട്ടില്ല എങ്കിൽ ഒരിക്കലും വാൽവ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നേക്കഡ് ഫ്ലെയിമിൽ ഒരിക്കലും ലീക്കേജ് നോക്കാൻ പാടില്ല. നമ്മളുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിന്റെ കാര്യം ഒപ്പം തന്നെ ആലോചിക്കാം, കണക്ട് ചെയ്യാം. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഓപ്പൺ ആൻഡ് ക്ലോസ് വാൽവ്സ് യൂസിങ് ഓൺലി റീസണബിൾ ഫോഴ്സ്. അതായത് വാൽവ് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ഒരു റീസണബിൾ ഫോഴ്സ് എടുക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ നോക്കി, നമ്മുടെ ഗ്യാസ് സിലിണ്ടറിന്റെ താഴെ ഒന്ന് ചിലവരുണ്ടാകും ഡെയിലി മീൻസ് നൈറ്റ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രി കിടക്കണതിന് മുമ്പ് ഗ്യാസ് സിലിണ്ടർ താഴെ ഓഫ് ചെയ്യുന്നവരുണ്ടാകും. എത്ര പേരുണ്ടാകും ചെയ്യുന്നവരെ? ഗ്യാസ് സിലിണ്ടർ താഴെ ഓഫ് ചെയ്തിട്ടായിരിക്കും ഡെയിലി അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും സ്ഥിരമായിട്ട്. ഉണ്ട്. അത് ഏറ്റവും നല്ല കാര്യം. നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് സുരക്ഷിതമാണ് അത് അല്ലെ. അതായത് ഒരു ചെറിയൊരു പോയിന്റ് ആണത്. ചെറിയതായിട്ടൊന്ന് തിരിക്കുക അല്ലെ. നമ്മളത് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നമ്മള് കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ലീക്കേജസുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മളത് സേഫ് ആണ് അല്ലെ. പക്ഷെ നിങ്ങൾ അത് തിരിക്കുമ്പോൾ നമ്മളുടെ മൊത്തത്തിലുള്ള നമ്മുടെ ബോഡിയിലെ എല്ലാ വെയിറ്റും കൂടി അതിനകത്തോട്ടാണോ ഫസ്റ്റ് ചെയ്യുന്നത്? ആണോ? ഫോഴ്സ് ചെയ്യാറുണ്ടോ? ചെറിയൊരു ഫോഴ്സിലല്ലേ നമ്മളത് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും? ആണോ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സർവ്വസാധാരണമായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് എടുക്കുക. നമ്മളുടെ സർവ്വശക്തി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒടിഞ്ഞു പോകും, ഗ്യാസും ചിലപ്പോൾ ലീക്കായി പോകും അല്ലെ. സോ ഇവിടെ പറയുന്നത് ഓപ്പൺ ആൻഡ് ക്ലോസ് വാൽവ് യൂസിങ് റീസണബിൾ ഫോഴ്സ്. അതിന് ആവശ്യത്തിനുള്ള ഒരു ബലം മതിയെന്ന് എല്ലാ വെയിറ്റും കൂടി അതിന് താങ്ങാൻ കിട്ടുന്നുണ്ടാ. Then open by turning the hand wheel or cylinder valve key. ഇനി അത് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ മെഡിക്കൽ ഗ്യാസ് ആണ്, നമ്മളുടെ ഗ്യാസുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. ഓപ്പൺ ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ ഹാൻഡ് വീൽ ഉപയോഗിച്ചോ, അതായത് ഇത് ഓപ്പൺ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്, ഹാൻഡ് വീൽ ഉപയോഗിച്ചോ, അല്ലെങ്കിൽ സിലിണ്ടർ വാൽവ് കീ, അതൊരു കീ ആണ്, നമ്മുടെ സിലിണ്ടർ ഓപ്പൺ ചെയ്യുന്ന കീ, സിലിണ്ടർ വാൽവ് കീ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഹാൻഡ് വീൽ ഉപയോഗിച്ചോ ഓപ്പൺ ചെയ്യുക. ദെൻ ഓപ്പൺ ചെയ്യേണ്ടത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം. അണ്ടർലൈൻ ചെയ്യാം. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. മെഡിക്കൽ ഗ്യാസ് സിലിണ്ടർ ഓപ്പൺ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസിലായിരിക്കണം. ദെൻ ടേണിംഗ് ഹാൻഡ് വീൽ ഓഫ് സിലിണ്ടർ വാൽവ് കീ ടേൺ ചെയ്യേണ്ടത്, അതായത് ക്ലോസ് ചെയ്യേണ്ടത് നമ്മള് ക്ലോക്ക് വൈസിലും ആയിരിക്കണം. ഓക്കെ, ഒന്നുകൂടി വായിക്കാം, ശ്രദ്ധിക്കാം. ഓപ്പൺ ആൻഡ് ക്ലോസ് വാൽവ്സ് യൂസിങ് ഓൺലി റീസണബിൾ ഫോഴ്സ്. ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സിൽ വേണം നമ്മൾ വാൽവ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും. ഇനി ഓപ്പൺ ചെയ്യുന്നത് ഹാൻഡ് വീലോ അല്ലെങ്കിൽ സിലിണ്ടർ വാൽവ് കീ ഉപയോഗിച്ചോ എന്ത് ചെയ്യാം? നമുക്ക് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഇനി
ഓപ്പൺ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസിലും ക്ലോസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസിലും ആയിരിക്കണം. ക്ലിയർ ആയോ? സൈഡില് ഒന്ന് എഴുതി വെക്കാം, സൈഡിൽ ഒന്ന് ചെറുതായിട്ട് മാറിപ്പോകാതെ എഴുതി വെക്കാം. ഓപ്പൺ എഴുതാം നിങ്ങൾ, ഓപ്പൺ ഓപ്പൺ എഴുതാം. ഓപ്പൺ എഴുതിയിട്ട് ഒരു കുഞ്ഞു ഹൈഫൻ ഇട്ടിട്ട് ആന്റി ക്ലോക്ക് എന്ന് എഴുതാം. ആന്റി ക്ലോക്ക്, ആന്റി ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ എന്താണ്? എതിർദിശയിൽ അല്ലെ? ഓപ്പൺ ഒരു കുഞ്ഞു ഹൈഫൻ ഇട്ടിട്ട് ആന്റി ക്ലോക്ക് വൈസ്. ക്ലോസ് എന്ന് എഴുതാം, താഴെ ക്ലോസ് ഹൈഫൻ ഇടാം, ക്ലോക്ക് വൈസ്. അത് എളുപ്പമല്ലേ, വായിക്കുമ്പോ ആ ഒരു ഫ്ലോ ഉണ്ട് അല്ലെ? ക്ലോസ് ക്ലോക്ക് വൈസ്. ഓക്കെ, ഓപ്പൺ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, പിടികിട്ടിയോ? ക്ലിയർ ആയോ? ക്ലോസ് ക്ലോക്ക് വൈസ്, അത് ആലോചിക്കാം, ആ ഒരു ഫ്ലോയിൽ തന്നെ പറഞ്ഞു പഠിക്കാം. ക്ലോസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസിലും ഓപ്പൺ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസിലും. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ചിലപ്പോൾ എക്സാമിൽ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അത് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് സൈഡിൽ ഒന്ന് എഴുതിയിരിക്കാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണല്ലോ ആ പോയിന്റ്? നോക്കാം, ലാസ്റ്റ് വൺ നോക്കാം. The storage area should be safe, well ventilated and clean at any time. The ground surface should be fairly level and firm, preferably concrete, that always for easy trolley access. എന്താണ് പറയുന്നത്? നമ്മള് സ്റ്റോറേജ് ഏരിയ എപ്പോഴും സേഫ് ആയിരിക്കണം, സുരക്ഷിതമായിരിക്കണം, അതുപോലെ തന്നെ വെൽ വെന്റിലേറ്റഡ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. എല്ലാ ടൈമിലും ഒരു വായു സഞ്ചാരം നിറഞ്ഞതായിരിക്കണം, അതുപോലെ ക്ലീൻ ആയിരിക്കുക, സേഫ് ആയിരിക്കണം. Then the ground surface should be fairly level. Fairly level എന്ന് വെച്ചാൽ ഒരു നിരപ്പായിട്ടുള്ള ഒരു ലെവൽ ആയിരിക്കണം. അതൊക്കെ ഏറ്റവും ഉറപ്പൊന്നും പാടില്ല, നിരപ്പായ ഒരു ലെവൽ ആയിരിക്കണം. പ്രിഫറബിളി കോൺക്രീറ്റ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു നിരപ്പായിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം. That allows for easy trolley access. So ട്രോളി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ഒരു നിരപ്പായിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം. കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള നിരപ്പായ ഏരിയ. ട്രോളി കൊണ്ടുപോകുന്ന എന്തിനാണ്? മെഡിക്കൽ ഗ്യാസ് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ട്രോളികളിൽ കൊണ്ടുപോകുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നിരപ്പായിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? പോയിന്റ്സ് 4 പോയിന്റ് ആണ് പറഞ്ഞത്. നമുക്ക് പറയാം, ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സിലിണ്ടേഴ്സ് മസ്റ്റ് ഹാവ് ബീൻ സെക്യൂർഡ്. സിലിണ്ടേഴ്സ് എപ്പോഴും സുരക്ഷിതമായിരിക്കുക. Then never open valve if not cylinder linked to regulator or equipment. ഒരു റെഗുലേറ്ററുമായിട്ടോ എക്യുപ്മെന്റുമായിട്ടോ ഘടിപ്പിച്ചില്ല എങ്കിൽ ഒരിക്കലും വാൽവ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. Then leaks should never be tested with naked flame. ചെറിയൊരു ഫ്ലെയിമിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ലീക്കേജ് നോക്കാൻ പാടുള്ളൂ. മൂന്നാമതായിട്ട് പറയുന്നത് ഓപ്പൺ ആൻഡ് ക്ലോസ് വാൽവ് യൂസിങ് ഓൺലി റീസണബിൾ ഫോഴ്സ്. ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സിൽ മാത്രമേ നമ്മൾ വാൽവുകള് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പാടുള്ളൂ. Then ഓപ്പൺ ചെയ്യേണ്ടത് ഹാൻഡ് വീൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സിലിണ്ടർ വാൽവ് കീ ഉപയോഗിച്ചോ ആയിരിക്കണം. ഓപ്പൺ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസിലും ക്ലോസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസിലും ആയിരിക്കണം. Then ലാസ്റ്റ് വൺ പറഞ്ഞത് the storage area എപ്പോഴും സുരക്ഷിതമായിരിക്കുക, വെന്റിലേറ്റഡ് ആയിരിക്കണം, വെൽ ക്ലീൻ ആയിരിക്കുക. Then ട്രോളി കൊണ്ടുപോകാനായിട്ട് എളുപ്പത്തിന് ആ ഒരു ഏരിയ ഗ്രൗണ്ട് സർഫേസ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഇട്ടതോ അല്ലെങ്കിൽ നിരപ്പായിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? 4 പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, വായിച്ചു നോക്കാം, വായിക്കാം കേട്ടോ. 4 പോയിന്റ് വായിക്കാം. ഓരോ പോയിന്റും മനസ്സിലാക്കി വായിക്കാം. വായിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് കത്തഴിച്ച് വായിക്കുന്നത് ആവരുത്, ഇത് മനസ്സിലാക്കി വായിക്കാം. Then ക്ലോസ് ക്ലോക്ക് വൈസ് ഓർത്തിരിക്കാം. ഏതോർക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റണം. ക്ലോസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസിലും ഓപ്പൺ ആന്റി ക്ലോക്ക് വൈസിലും. ചില കാര്യങ്ങൾ നമുക്ക് ഏത് ഓർക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റണം കേട്ടോ. ഇടക്കിടക്ക് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നോളാം. ഓക്കെ, ഇടയ്ക്ക് ചോദിക്കാലോ, അപ്പോഴല്ലേ നിങ്ങൾ അത് ഓർക്കോളൂ. ഞാൻ ചോദിച്ചോളാം ഇടക്കിടക്ക് കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ 4 പോയിന്റുകള്? ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് നോക്കിയത് സേഫ് പ്രാക്ടീസുകളാണ് നോക്കുന്നത്. അതായത് സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഓരോ സെക്ഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്. അതിനുള്ളിൽ എന്ത് സാധനമാണ് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഉള്ളിൽ കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ പോയിന്റ്സുകളിൽ പറഞ്ഞത്. അത് നമ്മൾ ടാഗോ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ MSPS ഒക്കെ വായിക്കുകയാണ് പറഞ്ഞത്. രണ്ടാമതായിട്ട് പറഞ്ഞത് ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ്. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം, വാൾവ് എങ്ങനെ ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ സെക്ഷനിൽ പറഞ്ഞത്. നെക്സ്റ്റ് സെക്ഷൻ ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ്, കൈകാര്യം ചെയ്യലും അതുപോലെ തന്നെ അതിന്റെ ഉപയോഗവും. ഇനി അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഉപയോഗിക്കേണ്ടത് എന്നാണ് അടുത്ത സെക്ഷനിൽ പറയുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, gas cylinders should always be used in a vertical position if not specifically designed to be used otherwise. അല്ലെ, അതായത് പ്രത്യേകം രൂപകൽപ്പന ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നോർമൽ ഒരു ഗ്യാസ് സിലിണ്ടർ തന്നെയാണെങ്കിൽ അത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് ഒരു വെർട്ടിക്കൽ പൊസിഷനിൽ ആയിരിക്കണം. എന്താ വെർട്ടിക്കൽ പൊസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ വെർട്ടിക്കൽ പൊസിഷൻ? വെർട്ടിക്കൽ പൊസിഷൻ എന്താ വെർട്ടിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്വേർഡ്, അതായത് കറക്റ്റ് ലംബമായിട്ടുള്ള ഒരു പൊസിഷൻ. 90 ഡിഗ്രി ഒക്കെ പറയുന്നത് പോലെ നേരെ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ചരിച്ചോ മറിച്ചോ ഒന്നും വെക്കാൻ പാടില്ല. വെർട്ടിക്കൽ പൊസിഷനിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഫസ്റ്റ് വണ്ണിൽ പറയുന്നത്. Then second one നോക്കാം. Gas cylinders should always be safely regulated to prevent them falling over. എന്താണ് പറയുന്നത്? ഗ്യാസ് സിലിണ്ടർ വീഴാതിരിക്കാൻ, ഫോളോ ചെയ്ത് വീഴാൻ പാടില്ല, മറമ്പെന്ന് പോകാതെ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കണം. സുരക്ഷിതമാക്കുകയാണ്, അതായത് കറക്റ്റ് ലെവലിലൊക്കെ വെക്കുക. ഇത് വീണ് പോകാനൊന്നും പാടില്ല. അല്ലെ, വീണ് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡാമേജുകൾ സംഭവിക്കാം, ലീക്കേജസുകൾ ഉണ്ടാകാം. സോ അത് വീണ് പോകാതെ സുരക്ഷിതമായിട്ട് സേഫ് ആയിട്ട് വെക്കുക എന്നാണ് സെക്കൻഡ് പോയിന്റ്. ദെൻ തേർഡ് പോയിന്റ് നോക്കാം. Cylinders must always be secured to a trolley when being shifted. സിലിണ്ടറുകൾ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റുമ്പോൾ, അതായത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രോളി ഉപയോഗിക്കാണ്. സുരക്ഷിതമായിട്ടുള്ള ഒരു ട്രോളിയിലായിരിക്കണം നമ്മൾ സിലിണ്ടറുകൾ ഒരു ഏരിയയിൽ നിന്നും മറ്റൊരു ഏരിയയിലേക്ക് മാറ്റാൻ. അല്ലാതെ ഒരു വലിച്ച് നിരത്തി അങ്ങനെ നിർത്തിക്കൊണ്ടാണെന്ന് പാടില്ല. സുരക്ഷിതമായിട്ടും ട്രോളിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഷിഫ്റ്റ് ചെയ്യുവാൻ. Then അടുത്ത പോയിന്റ് നോക്കാം. Make sure that cylinder or gas is right one for intentional use. അല്ലെ, അതായത് ഉപയോഗത്തിന് ഇന്റൻഷണൽ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉപയോഗത്തിന് അനുയോജ്യമായിട്ടുള്ള ഗ്യാസ് സിലിണ്ടർ ആണെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോ എക്സാമ്പിൾ പറയണമെങ്കിൽ ഒരു പേഷ്യന്റിന് ചിലപ്പോൾ ഓക്സിജൻ സിലിണ്ടർ, അതായത് ഓക്സിജൻ ആണ് ആവശ്യം. ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ആ ഒരു ഗ്യാസ് ഓക്സിജൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണമെന്ന്. അതായത് ഇന്റൻഷണൽ യൂസ്, അനുസൃതമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള മെഡിക്കൽ ഗ്യാസ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഓക്സിജൻ മാറിപ്പോയി നൈട്രസ് ഓക്സൈഡ് ആ പേഷ്യന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കി. ഓക്സിജൻ വേണ്ട ഒരാൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ടു കൊടുത്തു, അല്ലെ? ഇന്നത്തെ അവസ്ഥ ആലോചിക്കുന്നില്ലല്ലോ, പറയുന്നില്ല എന്താണെന്ന്. സോ കറക്റ്റ് ഇന്റൻഷണൽ യൂസിനുള്ള ഇതാണെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ ഉപയോഗിക്കുന്നത് ആ സിലിണ്ടറിൽ ഇതിന്റെ ഗ്യാസ് ആണ് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. അടുത്ത പോയിന്റ് നോക്കാം. Sort out and obviously mark full and empty cylinders. അല്ലെ, സോർട്ട് ഔട്ട് ചെയ്യാണ്, അതായത് തീർന്ന സിലിണ്ടറുകൾ അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള സിലിണ്ടറുകൾ പ്രത്യേകം മാറ്റി വെക്കുക, സോർട്ട് ചെയ്ത് വെക്കുക. എല്ലാം കൂടി മിക്സപ്പ് ചെയ്ത് വലിച്ചു വാരിടാൻ പാടില്ല. ഫുൾ ആയിട്ടുള്ള സിലിണ്ടറുകൾ നീക്കി വെക്കുക. ദെൻ എംപ്റ്റി ആയിട്ടുള്ളത് മാറ്റി വെക്കുക. അതിന് സ്പെഷ്യൽ
ടാഗുകളും മറ്റുമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക. empty ആയിട്ടുള്ളതിൽ empty ടാഗ് ഉണ്ടാകും, ഫുൾ ആയിട്ടുള്ളതിൽ ഫുൾ ആയിട്ടുള്ള ടാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സോർട്ട് ഔട്ട് ചെയ്യുക. Then അടുത്ത പോയിന്റ്, അത്രയും പോയിന്റ് വായിച്ചു നോക്കാമോ? 5 പോയിന്റ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് 5 പോയിന്റ് ഒന്ന് വായിക്കുക, അതൊന്ന് ക്ലിയർ ചെയ്യുക. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്നിട്ട് നമുക്ക് അടുത്ത പോയിന്റ് പറയാം. ലാസ്റ്റ് പറഞ്ഞതാണോ സ്വരാജ്? സോർട്ട് ഔട്ട് ചെയ്തതാണോ ചോദിച്ചത്? ആണോ? അതായത് ഇപ്പൊ നമ്മൾ ഒരു സിലിണ്ടർ, ആ സിലിണ്ടർ പൂർണ്ണമായിട്ട് നമ്മൾ ഉപയോഗിച്ച് അത് എംപ്റ്റി ആയി. അപ്പൊ ഈ ഫുൾ സിലിണ്ടറിന്റെ കൂട്ടത്തിൽ ഈ എംപ്റ്റി ആയിട്ടുള്ളത് കൊണ്ട് വെക്കാൻ പാടില്ലാന്ന് അതിനെ ടാഗ് ചെയ്തിട്ട് ഫുൾ ആയിട്ടുള്ള സിലിണ്ടറുകൾ മാറ്റി വെക്കുക, ഒരു ഏരിയയിലോട്ട് വെക്കുക. ദെൻ തീർന്ന തീർന്ന സിലിണ്ടറുകൾ വേറൊരു ഏരിയയിലോട്ട് വെക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കാൻ പാടില്ലാണ്. അപ്പൊ അത് എടുക്കുമ്പോഴും മറ്റും കൺഫ്യൂഷനൊക്കെ വന്നേക്കാം അല്ലെ. അത് ഫുള്ളാണോ നമുക്ക് എടുക്കുമ്പോൾ അറിയാൻ പറ്റും, എങ്കിലും അത് കുറച്ച് കൺഫ്യൂഷനൊക്കെ വരാം. സോ ആ കൺഫ്യൂഷനൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ എംപ്റ്റി ആയിട്ടുള്ളത് ടാഗ് ചെയ്യുക, എംപ്റ്റി എന്നുള്ള ടാഗ് വെച്ചിട്ട് മാർക്ക് ചെയ്യുക. ദെൻ ഫുൾ സിലിണ്ടറുകൾ നീക്കി വെക്കുക, അടക്കി വെക്കുക, സോർട്ട് ഔട്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് പറയുന്നതേ നമ്മള് വെർട്ടിക്കൽ പൊസിഷൻസിൽ വെക്കാം എപ്പോഴും. അതായത് നമ്മൾ ഈ സിലിണ്ടർ കണ്ടിട്ടില്ലേ, സിലിണ്ടറിന്റെ പിക്ചർ കാണിച്ചില്ലേ, നേരെ ഇങ്ങനെ കുത്തനെയുള്ള ഒരു സിലിണ്ടറിക്ക് ഒരു ഷേപ്പിലായിരിക്കില്ലേ, അതിനൊരിക്കലും നമ്മൾ എപ്പോഴെങ്കിലും ചരിച്ചെടുത്താണല്ലോ സിലിണ്ടർ. അതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ നിവർത്തിയല്ലേ വെക്കുന്നത്, ആണോ? നിവർത്തി വെക്കാന്ന് വെച്ചാൽ നേരെ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എങ്ങനെ വെക്കാറ്, അതിനെ ചരിച്ചോ അല്ലെങ്കിൽ കിടത്തിയിടും ചെയ്യാറില്ല. അതാണ് കാര്യമാണ് പറയുന്നത്. വെർട്ടിക്കൽ ആയിട്ട് നേരെ തന്നെ ലംബമായിട്ട് വെക്കണമെന്ന്, അതിനെ കിടത്തിയിടാനോ ചരിച്ചു വെക്കാനോ പാടില്ലാണ്. വെർട്ടിക്കൽ പൊസിഷൻ വന്നപ്പോഴല്ലേ. എല്ലാ സിലിണ്ടേഴ്സുകളും വെർട്ടിക്കൽ ആയിട്ട് തന്നെയാണ് വെക്കുന്നത്. അത് പ്രത്യേകം പറഞ്ഞേക്കുന്നത് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ, ചിലപ്പോ വെർട്ടിക്കൽ ആയിട്ട് മറ്റേ വേറെ ടൈപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് വേറെ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണെങ്കിൽ ആ ഒരു രീതിയിൽ വെക്കാം. പക്ഷെ ഇങ്ങനെ തന്നെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെർട്ടിക്കലിൽ മാത്രം അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം അതാണ് അതിന്റെ സേഫ് ആയിട്ടുള്ളൊരു മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയാം. വായിച്ചോ? ഓരോ പോയിന്റ്സും വായിച്ച് കൃത്യമായിട്ട് അതിന്റെ മീനിങ് മനസ്സിലാക്കി വായിക്കണോട്ടോ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യാട്ടോ. സംശയത്തോടെ അത് പഠിക്കരുത്. Okay, next നോക്കാം. Be dressed in appropriate personal protective equipment (PPE) like safety shoes and safety spectacles. നമ്മൾ ഈ സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുമ്പോൾ PPE ഉപയോഗിക്കുക, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുകയാണ്. അതായത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഷൂസ് ധരിക്കുക, സേഫ്റ്റി സ്പെക്ടക്കിൾസ്. സ്പെക്ടക്കിൾസ് എന്ന് വെച്ചാൽ എന്താ? സ്പെക്ടക്കിൾസ് മീൻസ് ഈ കണ്ണടകളൊക്കെ ഇല്ലേ, സാധാരണ കണ്ണട കേട്ടോ, സേഫ്റ്റി ആയിട്ടുള്ള കണ്ണടകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധരിക്കാം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. Then never roll, drag or drop cylinders or allow them to strike each other.
എന്താണ് പറയുന്നത്? സിലിണ്ടറുകൾ റോൾ ചെയ്യുക. റൂൾസ് എന്താണ്? സിലിണ്ടറുകൾ ഉരുട്ടുകയോ അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യുക, സിലിണ്ടറുകൾ ഉരുട്ടുകയോ അല്ലെങ്കിൽ വലിച്ചെടുക്കാനൊക്കെ പറയില്ലേ, വലിച്ചെടുക്കുകയോ ചെയ്യരുത്. അതുപോലെ തന്നെ പരസ്പരം സ്ട്രൈക്ക് ചെയ്യാൻ പാടില്ലാണ്. ഇങ്ങനെ പരസ്പരം തമ്മിൽ ഉരസാൻ പാടില്ലാണ്. അപ്പൊ അങ്ങനെ ഉരസുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു പൊട്ടലുണ്ടെങ്കിൽ തന്നെ ലീക്കേജ് വരാം. സോ ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ട്രോളിയിൽ കൊണ്ടുവരുന്നത് പറഞ്ഞത്. സിലിണ്ടർ ഒരിക്കലും ഉരുട്ടിയെടുക്കാൻ പാടില്ല, വലിച്ചെടുക്കാൻ പാടില്ല. അതായത് വലിച്ചെടുത്ത് കൊണ്ടുപോകില്ലേ, ഒരു സേഫ് ഇല്ലാതെ നമുക്ക് കൊണ്ടുവരാൻ പാടില്ല. ദെൻ ഒരിച്ചെടുക്കുമ്പോൾ അത് ഒന്നിന് ഈച്ച് ഓഫ് സ്ട്രൈക്ക് ഈച്ച് അതർ, നമ്മള് കൂട്ടിയിരിക്കാൻ പാടില്ല, കൂട്ടി ഉരസില്ല, അതായത് കൂട്ടി ഉരസാൻ പാടില്ല. ആൻഡ് സേഫ് never roll, drag or drop cylinders or allow to them strike each other. വലിച്ചു വെക്കാൻ പാടില്ല, ഉരുട്ടിക്കൊണ്ടുവരാൻ പാടില്ല, then കൂട്ടിമുട്ടാനും പാടില്ല. Turn off all valves when cylinders are not in use. സിലിണ്ടറുകള് ഉപയോഗത്തിലല്ലാത്തപ്പോൾ, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ, ഉപയോഗത്തിലല്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാൽവുകള് എപ്പോഴും ഓഫ് ആക്കി തന്നെ വെക്കുക. സിലിണ്ടർ കൂടെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ വാൽവ് എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്ത് തന്നെ വെക്കണം. Last one, when the cylinder is not in use, cylinder ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല, the valve protection cap shall be in place to protect the valve. വാൽവ് എപ്പോഴും ക്ലോസ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വാൽവ് ക്യാപ്പ് ഉപയോഗിക്കാറ്. അതായത് നമ്മൾ ഈ വാൽവിന്റെ മുകളിൽ ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ക്യാപ്പാണ്, ആ ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ക്യാപ്പ്, അതായത് സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ലീക്കേജോ അല്ലെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ വാൽവ് ക്യാപ്പും വെക്കണം. ഉപയോഗത്തിലില്ലാത്തപ്പോൾ എന്ത് ചെയ്യുക? വാൽവ് എപ്പോഴും ക്ലോസ് ചെയ്തിടുകയും ചെയ്യണം. വാൽവ് ക്യാപ്പ് ഉപയോഗിക്കുക. ഓക്കെ, ഇതെല്ലാം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എല്ലാ പോയിന്റും ഒന്ന് ടോട്ടൽ ആയിട്ട് എല്ലാ പോയിന്റും ഒന്ന് വായിച്ചു നോക്കിയേ. ഹാൻഡിലിംഗ് ആൻഡ് യൂസ്. ലാസ്റ്റ് ലൈനിലെ ആ പ്രൊട്ടക്ഷൻ ക്യാപ്പ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്ക് കേട്ടോ. പ്രൊട്ടക്ഷൻ ക്യാപ്പ് ആ ഒരു ലൈൻ അണ്ടർലൈൻ ചെയ്യുക. ദ വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പ് ഷാൾ ബി ഇൻ പ്ലേസ് ടു പ്രൊട്ടക്ട് ദ വാൽവ്. അണ്ടർലൈൻ ചെയ്യുക. മേ ബി ചോദിച്ചാൽ നമുക്ക് എഴുതാലോ. അതായത് വാൽവിനെ സംരക്ഷിക്കുന്നത് എന്ത് ഉപയോഗിച്ചാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പ് കേട്ടോ. ദ വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പ് ഷാൾ ബി ഇൻ പ്ലേസ് ടു പ്രൊട്ടക്ട് ദ വാൽവ്. അണ്ടർലൈൻ ചെയ്തേക്കൂ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? അണ്ടർലൈൻ ചെയ്യാം. ലാസ്റ്റ് പോയിന്റില്ല പ്രൊട്ടക്ഷൻ ക്യാപ്പ്. ക്ലിയർ ആണോ? വായിച്ചെല്ലാവരോ?
ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ കൂടി എടുക്കാം. റെസ്പോൺസിബിൾ ഇല്ലാതെ വാങ്ങിച്ചില്ലാതെ ഉറങ്ങിപ്പോയോ? ഓക്കെ, നെക്സ്റ്റ് കുറച്ച് പോയിന്റ് ഉണ്ട്, അതും കൂടി ഒന്ന് നമുക്ക് പറഞ്ഞു നിർത്താം കേട്ടോ. നോക്കാം, ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്. ഇനി നമ്മൾ ഈ സിലിണ്ടറുകൾ കൊണ്ടുപോകുമ്പോഴുള്ള കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്? സിമ്പിൾ ആയിട്ട് പോയിന്റുകൾ നോക്കാം. വെൻ ഹാൻഡിലിംഗ് ഗ്യാസ് സിലിണ്ടർ യൂസ് എ സിലിണ്ടർ ട്രോളി. നമ്മൾ ഗ്യാസ് സിലിണ്ടറുകൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് സിലിണ്ടർ ട്രോളി ഉപയോഗിക്കാണ്. അതായത് ട്രോളികളിൽ വേണം സിലിണ്ടർ കൊണ്ടുപോകുവാൻ. രണ്ടാമതായിട്ട് പറയുന്നത് use apt protective valve caps and covers to cylinders before transporting. നമ്മൾ സിലിണ്ടറുകൾ ട്രാൻസ്പോർട്ട് ചെയ്തതിന് മുൻപായിട്ട് ആ വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പുകൾ വെക്കണം സിലിണ്ടറുകൾക്ക്. നേരത്തെ ഭാഗിലെ വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പ് ഉപയോഗിക്കാണ്. സോ സിലിണ്ടറുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് വേണം? സിലിണ്ടർ പ്രൊട്ടക്ഷൻ ക്യാപ്പ് ഉപയോഗിക്കണം. ഷിഫ്റ്റ് സിലിണ്ടർ വിത്ത് ദ വാൽവ് ക്യാപ്സ്. Do not lift cylinder by the cap. നമ്മള് സിലിണ്ടർ ക്യാപ്സ് വെച്ചിട്ട് വേണം നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കൊണ്ടുപോകുക. പക്ഷേ നമ്മൾ ഡു നോട്ട് ലിഫ്റ്റ് സിലിണ്ടർ ബൈ ദ ക്യാപ്പ്. ഒരിക്കലും എന്താണ് വാൽവ് തൊപ്പി സിലിണ്ടർ തൊപ്പി ഉപയോഗിച്ചിട്ട് സിലിണ്ടർ പൊക്കാൻ പാടില്ലാണ്. നമ്മള് ഈ വാൽവിന്റെ മുകളിലാണ് സിലിണ്ടർ ക്യാപ്പ് ഇടുന്നത്. സോ ആ ക്യാപ്പ് പിടിച്ചിട്ട് സിലിണ്ടർ പൊക്കാൻ പാടില്ല, ലിഫ്റ്റ് ചെയ്യാൻ പാടില്ലാണ്, പൊക്കാൻ പാടില്ലാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? സിലിണ്ടറിൽ എപ്പോഴും സിലിണ്ടർ കൊണ്ടുപോകുന്നത് ട്രോളിയിലായിരിക്കുക. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് യൂസ് അപ്രോപ്രിയേറ്റ് പ്രൊട്ടക്റ്റീവ് വാൽവ് ക്യാപ്സ്. അതായത് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള വാൽവ് ക്യാപ്പ് ഉപയോഗിക്കുക നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട്. ദെൻ ഷിഫ്റ്റ് സിലിണ്ടർ വിത്ത് വാൽവ് ക്യാപ്സ്. വാൽവ് തൊപ്പിയുള്ള അതായത് സിലിണ്ടർ നമ്മൾ വാൽവ് ക്യാപ്പ് വെച്ചിട്ട് പൊക്കാൻ പാടില്ലാണ്. ഡു നോട്ട് ലിഫ്റ്റ് സിലിണ്ടർ ബൈ ദ ക്യാപ്പ്. ആ ക്യാപ്പ് പിടിച്ചിട്ട് പൊക്കാൻ പാടില്ലെന്ന്. അതായത് ഇപ്പൊ നമ്മള് വെയിറ്റ് ഉള്ള സംഭവങ്ങളൊക്കെ മീൻസ് അത് തൂക്കി പിടിക്കാനായിട്ടില്ലെങ്കിൽ നമ്മൾ അതിന്റെ ടോപ്പും അടുപ്പരങ്ങൾ പിടിച്ച് പൊക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ബാക്കി താഴത്തോട്ട് വീഴാൻ ചാൻസ് ഉണ്ട് ഇല്ലേ? നല്ല വെയിറ്റ് ആണെങ്കിൽ മുകളിൽ പിടിച്ച് നമ്മൾ അടുപ്പരങ്ങൾ പിടിച്ച് പൊക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? അത് താഴത്തോട്ട് വീഴും. സോ ഇവിടെ പറയുന്നത് അത് തന്നെയാണ്, ക്യാപ്പിൽ പിടിച്ച് സിലിണ്ടർ പൊക്കാൻ പാടില്ല. Then do not shift with the regulator attached. Do not shift with regulator ഘടിപ്പിച്ചത് മാറ്റാൻ പാടില്ല. റെഗുലേറ്റർ ഓൾറെഡി ഘടിപ്പിച്ചിട്ടുണ്ടാവും, അതിന് നമ്മൾ മാറ്റാൻ പാടില്ല. Gas cylinders should not be stored for long periods of time. അതായത് ഗ്യാസ് സിലിണ്ടറുകൾ ദീർഘനേരം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സൂക്ഷിക്കാൻ പാടില്ല. കുറെ ടൈം ഉപയോഗിക്കാം, അതിനൊരു പരമാവധി ഉപയോഗമൊക്കെ ഉണ്ടല്ലോ. അപ്പോ അത്ര നേരം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാണ്, ദീർഘനേരത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഏത് പോയിന്റാ മിസ്സായത്? ഓക്കെ പറഞ്ഞില്ല. ഓക്കെ റെഗുലേറ്റർ കഴിഞ്ഞിട്ടുള്ളത് അല്ലേ? ഓക്കെ, നോക്കാം. Cylinders must be fastened safely in upright position storage. സിലിണ്ടറുകൾ കുത്തനെയുള്ള ഒരു സ്ഥാനത്ത്, അപ്രൈറ്റ് ആയിട്ടുള്ള കുത്തനെയുള്ള ഒരു പൊസിഷനിൽ വേണം ഉറപ്പിക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല വെർട്ടിക്കലായിട്ട് വെക്കണമെന്ന്. ആ ഒരു പോയിന്റ് തന്നെയാണ്, കുത്തനെ ആയിരിക്കണം വെക്കേണ്ടത്. അതായത് കിടത്തി വെക്കരുത്. കിടത്തി വെച്ചാൽ ചിലപ്പോൾ അത് ഉരുണ്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അത് അപ്രൈറ്റ് ആയിട്ട് തന്നെ വേണം സിലിണ്ടറുകൾ സ്ഥാപിക്കുവാൻ. Then gas cylinders should not be stored for long period of time. ഗ്യാസ് സിലിണ്ടറുകൾ ദീർഘനേരം നമ്മൾ സൂക്ഷിക്കാൻ പാടില്ല. Then purchase only required quantities of gases to cover short term needs. നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ഗ്യാസ് പർച്ചേസ് ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രം പർച്ചേസ് ചെയ്യാൻ പാടുള്ളത്. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്ത് വെക്കാൻ പാടില്ലാണ്. കാരണം അത്ര അധികം സൂക്ഷിക്കാൻ പാടില്ല. ചിലപ്പോൾ അതിന്റെ യൂസേജിനൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഐറ്റം ആണെങ്കിൽ തന്നെ ഒരു ഡേറ്റ് ഒക്കെ ഉണ്ടാവും, എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. അതിൽ കൂടുതൽ ഒരുപാട് നാളത്തേക്ക് നിങ്ങൾ കഴിക്കാനുള്ള ഫുഡ് ഇങ്ങനെ ഒരുമിച്ച് സേഫ് ചെയ്ത് കുട്ടി വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യാം? ആ റിക്വയർഡ് ക്വാണ്ടിറ്റിയിലുള്ള ഗ്യാസ് മാത്രം ആവശ്യത്തിനുള്ള വാങ്ങിക്കുക, അല്ലാതെ ദീർഘനാളത്തേക്ക് അത് സൂക്ഷിക്കാൻ പാടില്ല. Then properly secure the cylinder at all times, straps, belt or chains. അല്ലെ? അതായത് എന്താണ് പറയുന്നത്?
നമ്മള് ഗ്യാസ് സിലിണ്ടറുകൾ കൊണ്ടുപോകുമ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ടൈമില് സ്ട്രാപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ചങ്ങലയോ അല്ലെങ്കിൽ ചെയിൻസോ അങ്ങനെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ബെൽറ്റോ ഉപയോഗിച്ചിട്ട് വേണം ട്രാൻസ്പോർട്ട് ചെയ്യാൻ. നിങ്ങൾ റോഡിൽ കൂടി ട്രാൻസ്പോർട്ട് മീൻസ് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴേ ഈ ഗ്യാസ് സിലിണ്ടറുമായിട്ട് പോകുന്ന വണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ പാചക ഗ്യാസ് സിലിണ്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മെഡിക്കൽ ഗ്യാസ് സിലിണ്ടർ ആയിക്കോട്ടെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ വണ്ടികളിലേക്ക് കൂടി പോകുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എങ്ങനെയായിരിക്കും അത് കൊണ്ടുപോകുന്നത്? ചെറിയ ചങ്ങല പോലെ ഇട്ടിട്ടുണ്ടാവും കവർ ചെയ്തിട്ട്. നമ്മുടെ പാചക സിലിണ്ടർ ഒക്കെ കൊണ്ടുപോകുമ്പോഴേ വലിയ ബെൽറ്റ് പോലത്തെ അല്ലെങ്കിൽ ചങ്ങല പോലത്തെയോ എന്തെങ്കിലും ഒക്കെ അത് ചുറ്റിയിട്ടായിരിക്കും പോകുന്നത്. കണ്ടിട്ടുണ്ടാണെങ്കിലോ? നോക്കിയിട്ടുണ്ടാവില്ല അല്ലേ? ആണോ? ഇനി ഒന്ന് ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഗ്യാസ് സിലിണ്ടറിന്റെ വണ്ടി അടുത്തേക്ക് പോകണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അല്ലെ? ഇച്ചിരി പേടിയില്ല അടുത്തേ കൂടി നമ്മൾ ഗ്യാസ് സിലിണ്ടറിന്റെ വണ്ടി പോകുമ്പോ? ആണോ? നാച്ചുറൽ ആയിട്ട് എല്ലാവർക്കും ചെറിയൊരു പേടിയാണ് അല്ലെ നമ്മുടെ അടുത്തേ കൂടി ചേർന്ന് പോകുമ്പോൾ. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം. ഇതുപോലെ ചങ്ങലകളോ ബെൽറ്റോ സ്ട്രാപ്പുകളോ ഒക്കെ ചുറ്റിയിട്ടുണ്ടോ നോക്കാം. എന്തുകൊണ്ടാണ്? പെട്ടെന്നൊന്നും വീഴാനൊന്നും പാടില്ല. അത്ര സേഫ് ആയിട്ട് വേണം അവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുവാൻ. ഒന്ന് ശ്രദ്ധിക്കാം. Then അടുത്തത് store gas cylinders in cool, dry, well-ventilated area away from unsuitable materials and ignition sources. എന്താണ് പറയുന്നത്? ഇഗ്നിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്വലനം, കത്തുന്ന, ജ്വലിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. എല്ലാ സമയത്തും സിലിണ്ടറുകൾ അല്ലെങ്കിൽ എന്താ പറയുന്നത്, സിലിണ്ടറുകൾ അനുയോജ്യമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ സ്രോതസ്സിൽ നിന്നും അല്ലെങ്കിൽ സിലിണ്ടർ എപ്പോഴും ഒരു തണുത്ത അല്ലെങ്കിൽ കൂളായിട്ടുള്ള ഒരു ഏരിയയിൽ വെക്കുകയാണ്. അതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഏരിയയിൽ വെക്കുക. വെൽ വെന്റിലേറ്റഡ് ആയിരിക്കണം. ഒരു വായു സഞ്ചാരം ഉണ്ടായിരിക്കണം. അടച്ചുപൂട്ടിയ റൂമിൽ അങ്ങനെ വെക്കാൻ പാടില്ല. എവേ ഫ്രം അൺസ്യൂട്ടബിൾ മെറ്റീരിയൽ. അൺസ്യൂട്ടബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുയോജ്യമല്ലാത്ത വസ്തുക്കളിൽ നിന്ന് നീക്കി വെക്കുകയാണ്. അതായത് ഇഗ്നീഷ്യൻ സോഴ്സ്, തീ പിടിക്കുന്ന വസ്തുക്കൾ, അതുപോലെ തന്നെ ഈ ഓക്സിജൻ സിലിണ്ടറിന്റെ ഓക്സിജൻ ഒക്കെ ഉണ്ടെങ്കിൽ ഓക്സിജൻ അല്ല, ഇപ്പൊ നമ്മൾ തീ പിടിക്കുന്ന വസ്തുക്കളൊക്കെ ഉണ്ടാവില്ലേ, എന്തെങ്കിലും കത്തുന്ന ഏരിയയൊക്കെ ആണെങ്കിൽ ആ ഏരിയകളിലൊന്നും ഗ്യാസ് സിലിണ്ടർ വെക്കാൻ പാടില്ല. Then gas cylinders should be stored away from source of ignition. അതായത് എന്താണ്, കത്തുന്ന സ്രോതസ്സുകളിൽ നിന്നും നീക്കി വേണം വെക്കാൻ. അതർ ഫ്ലെയിമബിൾ മെറ്റീരിയൽ ഓർ ഓക്സിജൻ സിലിണ്ടേഴ്സ്. കണ്ടോ, ഓക്സിജൻ കത്താനായിട്ട് സഹായിക്കുന്ന ഒരു വാതകമാണ് ഓക്സിജൻ. അറിയാലോ, പഠിച്ചിട്ടില്ലേ? കത്തുന്നതിന് സഹായിക്കുന്ന ഒരു വാതകമാണ് ഓക്സിജൻ. സോ ഇൻഫ്ലെയിമബിൾ മെറ്റീരിയൽ വേറൊരു ഗ്യാസ് ഓക്സിജൻ സിലിണ്ടറുമായിട്ട് അടുപ്പിച്ച് വെക്കാൻ പാടില്ലാണ്. സോ പൊട്ടിത്തെറിക്ക് ചാൻസ് ഒക്കെ ഉണ്ട്, കത്തി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നീക്കി വെക്കുകയാണ്. ലാസ്റ്റ് വൺ, when not in use, store gas cylinder safely and should be properly restrained. ഉപയോഗത്തിലല്ലാത്തപ്പോൾ, ഗ്യാസ് സിലിണ്ടർ ഉപയോഗം ഇല്ല എങ്കിൽ ഗ്യാസ് സിലിണ്ടർ സുരക്ഷിതമായിട്ട് വെക്കുക. അത് ശരിയായിട്ട് റിസ്ട്രൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിയന്ത്രിക്കുക. അതിന്റെ പ്രഷർ കൃത്യമാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് എന്ത് ചെയ്യണം, സുരക്ഷിതമായിട്ട് തന്നെ വെക്കുക ഉപയോഗത്തിൽ ഇല്ലാത്തപ്പോൾ. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വീണ്ടും വരുന്നത്. ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് പോയിന്റ് പറയാട്ടോ, റിപ്പീറ്റ് ചെയ്ത് തരാം. സ്ക്രീൻ ക്ലിയർ ആണോ? സ്ക്രീൻ പിക്ചർ കാണുന്നുണ്ടോ? പിക്ചർ കാണുന്നുണ്ട് എല്ലാവരും? കുറച്ച് പിക്ചർ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ക്ലാരിഫിക്കേഷൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് വിട്ടുപോകും, നമ്മൾ ടൈം കഴിയാറായല്ലോ അല്ലെങ്കിൽ മറന്നുപോകും. അതാണ് കാണിക്കുന്നത്. പോയിന്റ്സ് ഞാൻ അടുത്ത ക്ലാസ്സിലും ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. പിക്ചർ നോക്കാം. കണ്ടോ, ഇതാണ് നമ്മള് ഗ്യാസ് സിലിണ്ടറിൽ ഇടുന്ന ഒരു ടാഗ് ആണ്. കണ്ടോ, എംപ്റ്റി, ഇൻ യൂസ്, ഫുൾ ആയിട്ടുള്ള ഗ്യാസ് സിലിണ്ടറിലൊക്കെ ആയിട്ടുള്ള ടാഗുകൾ. നമ്മൾ സിലിണ്ടറിൽ ടാഗുകളൊക്കെയാണ് ഘടിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെ സിലിണ്ടറിൽ വെക്കുന്ന ലേബലുകൾ, സ്റ്റെൻസിലുകൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അക്ഷരാകൃതിയിലുള്ളതുണ്ടാവും, ലേബൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിലുള്ള എംപ്റ്റി ആയിട്ടുള്ളതോ ഫുൾ ആയിട്ടുള്ളതൊക്കെ മാർക്ക് ചെയ്യുള്ളൂ.
കണ്ടോ, ഇതാണ് നമ്മള് സിലിണ്ടറിൽ വെക്കുന്ന ടാബുകൾ എന്ന് പറയുന്നത്. രണ്ട് ടാബിന്റെ പിക്ചറാണ്, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എടുത്തിട്ടതാണ്. കണ്ടോ, empty, in use, full ടാബുകളാണ്. ഇതാണ് നമ്മളുടെ വാൽവ് ക്യാപ്പ് എന്ന് പറയുന്നത്. കണ്ടോ, ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് സിലിണ്ടർ വാൽവ് ക്യാപ്പ്, പ്രൊട്ടക്ഷൻ ക്യാപ്പ്. അതായത് സിലിണ്ടറിന്റെ മുകളിൽ ഈ ഒരു സംഭവം, ഈ ക്യാപ്പ് ഇറക്കി വെക്കും. അപ്പോൾ ലീക്കേജ് ഒന്നും വരില്ല, പുറത്തോട്ട് ഗ്യാസ് പോകാനോ ലീക്കേജ് സംഭവിക്കാനൊന്നും ചാൻസ് ഇല്ല. സേഫ് ആയിട്ട് പ്രൊട്ടക്ഷൻ ആണ്. അത് പല ടൈപ്പ് ഗ്യാസ് ഉണ്ട്, പ്രൊട്ടക്ഷൻ ക്യാപ്പ് ഉണ്ട്. ഈ ഒരു ടൈപ്പാണ് കുറച്ചും കൂടി സേഫ്. ബി എന്ന് എഴുതിയേക്കണ കണ്ടോ, ബി എന്നുള്ള ക്യാപ്പ് ഉണ്ടോ, ഈ ബി ആണ് കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ കൂടുതൽ കിട്ടുന്നത്. എല്ലാ ടൈപ്പും നമുക്ക് ഉപയോഗിക്കാം. കണ്ടോ, നമ്മൾ പറഞ്ഞില്ലേ, പോയിന്റ് പറഞ്ഞില്ലേ, വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പ്, പ്രൊട്ടക്ട് ദ വാൽവ്. വാൽവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വാൽവ് പ്രൊട്ടക്ഷൻ ക്യാപ്പുകൾ വെക്കുന്നു. കണ്ടോ, ക്യാപ്പ്. ഇത് നമ്മൾ പറഞ്ഞു, ഈ ക്യാപ്പ് വെച്ചിട്ട് ക്യാപ്പിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, സിലിണ്ടർ പൊക്കാനായിട്ട് പാടില്ല. പൊക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സിലിണ്ടർ ഓൾറെഡി സ്ഥലത്തോട്ട് പോകാം. അപ്പൊ അവിടെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, സുരക്ഷ അല്ലെങ്കിൽ ലീക്കേജസോ പൊട്ടിത്തെറിയോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. സോ എന്ത് ചെയ്യാം, വാൽവ് ക്യാപ്പ് എപ്പോഴും ഉപയോഗിക്കുക. സിലിണ്ടറുകൾ ട്രാവൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ, ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പിക്ചറാണ്. നോക്കി നിങ്ങൾ, എത്ര സുരക്ഷിതമായിട്ടാണ് അല്ലേ. കപ്പിന് മുഴുവൻ ഗ്യാപ്പ് ആണല്ലോ എന്ന്. പല ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. ബി പിക്ചർ കാണിച്ചില്ലേ, അതാണ് കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇപ്പൊ പല വെറൈറ്റി ടൈപ്പിലൊക്കെ ക്യാപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും നമ്മള് പിക്ചർ ബി കണ്ടില്ലേ, അതാണ് മിക്ക കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മെഡിക്കൽ ഗ്യാസുകളിലൊക്കെ കൂടുതലും ബി ടൈപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു പിക്ചറാണ്. കണ്ടോ, അപ്പൊ ബെൽറ്റ് പോലെ ഇട്ടേക്കണോ, സ്ട്രാപ്പ് ഒക്കെ ഇട്ടേക്കണോ, പിക്ചർ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മളുടെ അറിയത്തെ കൂടി ഇങ്ങനെ മെഡിക്കൽ ഗ്യാസ് സിലിണ്ടറിന്റെ വണ്ടി പോകുമ്പോൾ അത് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെയാണ് അവർ പോകുന്നത് അല്ലെ. കണ്ടോ, സ്ട്രാപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ചങ്ങല പോലത്തെ അത്യാവശ്യം നല്ല മീൻസ് അങ്ങോട്ട് ഇങ്ങോട്ട് അനങ്ങൂലാതെ വണ്ടി പോകുമ്പോൾ അത് മീൻസ് റോഡ് ചെയ്യാനൊന്നും പാടില്ല. അതുകൊണ്ടാണ് അത്ര പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. കണ്ടോ, എത്ര സെക്യൂർ ആയിട്ടാണ് അത് കൊണ്ടുപോകുന്നത് നോക്കി, ട്രാവൽ ചെയ്യുന്നത്. കണ്ടോ, ഓക്കെ. ഇത് പല പല യൂസേജിനുള്ള ഗ്യാസുകളൊക്കെ കേട്ടോ. മെഡിക്കൽ തന്നെയാണെന്നില്ല, ഇതിപ്പോ പല എല്ലാ ഡിഫറെന്റ് മെഡിക്കൽ ഗ്യാസസ് അതിനകത്ത് ഉണ്ട്. നമ്മളുടെ മെഡിക്കൽ ഗ്യാസസ് മാത്രമല്ല, ഞാൻ ജസ്റ്റ് പിക്ചർ ഒന്ന് എങ്ങനെയാണ് സേഫ് ആയിട്ട് ട്രാൻസ്പോർട്ടിനുള്ള പിക്ചർ മാത്രം നോക്കി എടുത്തിട്ടതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി പിക്ചർ കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾക്ക് ടൈമായി ക്ലാസ് കഴിയുന്നത്. അപ്പൊ ഇന്നെടുത്തത് അത്ര ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, പിക്ചറുകൾ കാണിച്ചപ്പോ ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. പിക്ചർ ചിലപ്പോ വിട്ടുപോകും, അതുകൊണ്ടാണ് ഇന്ന് തന്നെ പിക്ചർ കാണിച്ചത്. ഞാൻ പിന്നെ അടുത്ത ക്ലാസ്സിൽ ആ പിക്ചർ വിട്ടുപോകും. ഇന്നിപ്പോ എന്തായാലും അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തിട്ടതായിരുന്നു. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി വായിക്കാം. കണ്ടിന്യൂ ചെയ്ത് ഒന്നും കൂടി റിപ്പീറ്റ് പറഞ്ഞുതരാം കേട്ടോ. ഡൗട്ട്സ് ഒക്കെ 1-2 പേര് പറഞ്ഞായിരുന്നു. അടുത്ത ക്ലാസ്സിൽ അത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സെക്ഷൻ എടുക്കാം. ഓക്കെ, ഓക്കെ ആണല്ലോ ഈ ഒരു ചാപ്റ്റർ? ഇനി എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ്സോ 2 ക്ലാസ്സോ മതിയാകും. സിമ്പിൾ ആയിട്ട് പോയില്ലേ ചാപ്റ്റർ? ആണോ? അതെ മാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വായിക്കുക. അപ്പോൾ താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം.